ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുത്തിരീടിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത് നമ്മുടെ ഈ സ്റ്റെയറിൽ ഇരുന്നിട്ടാണ് കേട്ടോ. ഈ സ്റ്റെയറിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സ്ഥലത്തും ഉള്ള പ്രത്യേകത തന്നെ. ഇവിടെ ഇങ്ങനെ ഇരുമ്പാണ്, അതിൻ്റെ ഇടയിൽ ഇത്രയും സ്പേസ് ഉണ്ട്. അപ്പം കുറേ സ്റ്റെപ്പ് ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് താഴെ എത്താൻ പറ്റത്തുള്ളൂ. അപ്പം വന്ന സമയത്തൊക്കെ എനിക്ക് ഇത് ഇറങ്ങാൻ ഭയങ്കര പേടിയായിരുന്നു. മമ്മിക്ക് ഭയങ്കര പേടിയാട്ടോ ഇപ്പോഴും. മമ്മി അങ്ങനെ അധികം വന്നിട്ടുമില്ല, കയറിയിട്ടില്ല. അതുകൊണ്ട് മമ്മി ഭയങ്കര പേടിയാണ്. ഇതിലെ കൂടെ ഒക്കെ താഴെ പോകുന്നതാണ് മമ്മിയുടെ ഒരു ഭയം. അപ്പം വന്ന സമയത്ത് ഞാൻ ഇതിലൊക്കെ പിടിച്ച് ഇറങ്ങുള്ളൂ. അപ്പം ഞാൻ തന്നെ ഇറങ്ങുള്ളൂ. ഞാൻ വേറെ സാധനമോ കൊച്ചിനോ ഒന്നും ഞാൻ കൊണ്ടുപോകത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷെ പിന്നെ എന്ന് പറയുമ്പോൾ നമ്മൾ വന്നിട്ടിപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞു. മാർച്ച് മാസം ലാസ്റ്റ് ആയപ്പോൾ 1 ഇയർ കംപ്ലീറ്റ് ആയി നമ്മുടെ ഈ വീട്ടിൽ വന്നിട്ട്. അതിനിടയിൽ ഇന്ന് വരെ എനിക്കിതിന്ന് വേറെ ഇൻസിഡൻറ്റോ കാര്യങ്ങളോ മോശമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല ദൈവകൃപയാൽ. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് അതാണ്, ഈ സ്റ്റെപ്പിലിരുന്ന് വീഡിയോ എടുക്കാൻ തന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഏകദേശം ഇപ്പോൾ ഒരാഴ്ചയായിട്ടുണ്ട്. എന്തിനപ്പോൾ ഈ വീഡിയോയിൽ അത് പറയണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. എൻ്റെ ഒരു അനുഭവം പറയുവാണ്. ഞങ്ങൾ ഒരു വൈകുന്നേരം ഒരു 5 മണിയായി, ഞങ്ങളുടെ പണികളെല്ലാം തീർന്നു, കുളിച്ച് റെഡിയായിട്ടിരിക്കുമ്പോഴാണ് കുഞ്ഞിൻ്റെ മുടി ഭയങ്കരമായിട്ട് നന്നായിട്ട് വളർന്നായിരുന്നു പുറകോട്ട്. അത് ചുരുണ്ട മുടി അവളുടെ, അത് കാരണം തന്നെ വളർച്ച അങ്ങനെ നമുക്കറിയില്ല. പക്ഷേ കുളിപ്പിച്ചിട്ടൊക്കെ നമ്മളിങ്ങനെ ഈരിയൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഇത്രയും ഇവിടെ പെടലിൽ ഇങ്ങനെ ഇറങ്ങി കിടക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു, നമ്മൾ കുറേ ദിവസമായി വെട്ടിക്കണം, ഈസ്റ്ററിൻ്റെ ടൈമിലൊക്കെ മുടി വെട്ടിക്കണം എന്നൊക്കെ ആലോചിച്ചാണ്. പക്ഷെ നടന്നില്ല. നമ്മളിങ്ങനെ ഇരുന്ന് വരുമോ ഓപ്പറേറ്റ് ചെയ്യുമോ എന്നൊക്കെ നമുക്കൊരു പേടിയായിരുന്നു. അപ്പം ഞാൻ നമുക്കെന്നാൽ മുടി വെട്ടിക്കാൻ പോയാലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, വീഡിയോ എടുക്കലോ കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ പിന്നെ മുടി വെട്ടിക്കാൻ പോയാലോ എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ പോയേക്കാന്ന് പറഞ്ഞു. പെട്ടെന്ന് അവളെ എടുത്തു. അപ്പം വൈകുന്നേരം ആയില്ല. അപ്പോൾ വെയിൽ കാര്യങ്ങളൊന്നുമില്ല, 5 മണിയൊക്കെ കഴിഞ്ഞു, 5-5:30 ആയിട്ടുണ്ടാവണം. വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ബൈക്കിന് പോകാം. കാറിനാകുമ്പോൾ പെട്രോൾ ചിലവ് കൂടുതൽ, ബൈക്കിനാകുമ്പോൾ അത്രയും കുഴപ്പമില്ല, വൈകുന്നേരം അല്ലേ, വെയിലും ഒന്നുമില്ല, അപ്പോൾ നല്ല സുഖമായിട്ട് പോകാം. ബൈക്കിന് യാത്ര ചെയ്തിട്ട് ഒരുപാട് നാൾ പോയി. അപ്പം ബൈക്കിന് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ശരി എന്നാൽ പറഞ്ഞ് അച്ഛൻ ഹെൽമെറ്റും എടുത്ത് പുറകെ ഇറങ്ങി. ഗേറ്റ് തുറന്ന് വണ്ടി എടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴത്തേനും ഞാനും അവളോട് ചെന്നാൽ മതിയല്ലോ. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ചെരുപ്പൊക്കെ ഇട്ട് ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങുകയാണ് കേട്ടോ. അത് അച്ഛൻ വണ്ടി എടുക്കാൻ അങ്ങോട്ട് പോയി. എത്ര സ്റ്റെപ്പ് ഇറങ്ങാൻ ബാക്കി ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒരു കുറഞ്ഞത് ഒരു 5-6 സ്റ്റെപ്പ് ബാക്കിയിരിക്കണം. അതിൽ കുറയില്ല, എന്തായാലും അതിൽ കൂടി പോയാലേ ഉള്ളൂ. കാരണം എനിക്ക് പെട്ടെന്ന് കാല് സ്ലിപ്പായെന്നോ ചെരുപ്പ് തെന്നിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ എനിക്ക് കണ്ണൊന്നും കാണത്തില്ല. പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വീഴാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കും, എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. കാരണം ഇത്രയും സ്റ്റെപ്പ് കടന്ന് വേണം താഴെ ചെന്ന് അടിക്കാൻ. എവിടെയും പിടിക്കാൻ പറ്റുന്നില്ല. ഒന്നത്തേരം കൊച്ചു കയ്യിലുള്ളത് കൊണ്ട് എവിടെയും എനിക്ക് പിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടുത്തവുമില്ല. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയി, സംഭവമെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. എൻ്റെ കയ്യിൽ അവിടെ ഒരു വാട്ടർ ബോട്ടിലും ഉണ്ട്. അപ്പോൾ വീഴുകയാണ്, എനിക്ക് മനസ്സിലായി. ഞങ്ങൾ രണ്ടും വീഴും. പിന്നെ എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ മാക്സിമം ഇവളുടെ തല പോയി താഴെ ഇടിക്കുക. ഇവളിങ്ങനെ ഫ്രണ്ടിൽ പിടിച്ച് വെക്കുള്ളൂ. അപ്പോൾ ഇവളായിരിക്കും ആദ്യം പോയി ഇടിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ തല ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് തല പൊത്തിപ്പിടിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു. പക്ഷേ എൻ്റെ കൈ അവിടെ വരെ എത്തുന്നില്ല. എന്നാണെന്നറിയത്തില്ല, കൈ അത്രയ്ക്ക് എത്തുന്നില്ല. പക്ഷേ ഞാൻ എന്നാലും മുറുക്കെ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞു. ഉരുണ്ട് ഞങ്ങൾ ഉരുണ്ടാണ് പോയത്. എങ്ങനെ പോയെന്ന് ഓർത്തിട്ട്, കാരണം എനിക്കൊന്നും കാണത്തില്ല. പോയി തല ചെന്ന് ഇടിക്കും എന്നെനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ കാറി അച്ചാ വായോ കുഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ കാറി. അപ്പോൾ അച്ഛ പെട്ടെന്ന് ചിന്തിച്ചു, മേളിൽ നിന്നെങ്ങാനും കൊച്ചു താഴെ പോയോ. കാരണം നമുക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ് ഈ ഒരു കമ്പി കേട്ടോ. അപ്പോൾ അവൾ പുറത്തോടെ ഇറങ്ങി കളിക്കുമ്പോഴും പേടിയാണ്. അവൾ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഈ ഒരു ഗ്യാപ്പ് മതി അവർക്ക് താഴെ പോയാൽ. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവും സൂക്ഷ്മക്കുറവും. അപ്പം അങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് വിചാരിച്ചു. അച്ഛൻ ഹെൽമറ്റ് എറിഞ്ഞിട്ട്, വണ്ടി എടുത്തില്ലായിരുന്നു എനിക്ക് തോന്നുന്നത്, ഹെൽമറ്റ് എറിഞ്ഞിട്ട് അച്ഛൻ ഓടി വന്നു. അച്ഛൻ ഓടി വന്നപ്പം ഞാൻ അവൾ വീണ് കിടക്കുവാണ്. അപ്പം എന്നെ ഞാൻ പറഞ്ഞു, എനിക്കൊന്നുമില്ല, അവളെ ആദ്യം എടുത്തു, കൊച്ചിൻ്റെ തല ഇടിച്ചു എന്നാണ് തോന്നുന്നത്, കൊച്ചിനെ ആദ്യം എടുത്തു എന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ തല ചെറുതായിട്ടെന്തോ മുട്ടി. പക്ഷെ അവൾ ഭയങ്കരമായിട്ട് പേടിച്ചു. ഞാൻ അവളെ തള്ളിയിട്ടു എന്നുള്ള ഒരു രീതിയിൽ അവൾ പേടിച്ചു. അവൾ കരഞ്ഞു, അവൾ അത്യാവശ്യം കരഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും റോഡിൽ കൂടെ ഒരു ചേച്ചി സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയത്. ആ ചേച്ചിയോടെ സാധനം എറിഞ്ഞിട്ട് എൻ്റെ കാർച്ചിൽ കേട്ടിട്ട് ഓടി വന്നു. അപ്പം ഒരു പരിചയമില്ല കേട്ടോ. നമ്മളിനി ഇവിടെ നിൽക്കുന്നതൊക്കെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും, എനിക്കതറിയത്തില്ല. വീഡിയോ കാണുന്ന ആളാണോ എന്നൊന്നും അറിയത്തില്ല കേട്ടോ.
അപ്പോൾ ആ ചേച്ചി ഇച്ചിരി പ്രായമൊക്കെ ഉള്ള ചേച്ചിയാണ്. ചേച്ചി ഓടി വന്നിട്ട് എന്നാ പറ്റി മോളേയും ചോദിച്ചു ഓടി വന്നു എന്നെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല. എന്തോ ഇവിടെ അമ്മ ഇവിടെ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല ചേച്ചി, കുഞ്ഞിനെന്തോ പറ്റി, കുഞ്ഞിന് എന്നാ പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല, അവൾ ഭയങ്കരമായിട്ട് കരയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവളെ ഇങ്ങനെ നോക്കിയപ്പോഴൊന്നും അവൾക്കൊരു കുഴപ്പവും പുറമേ അവൾക്കൊരു കുഴപ്പവും കാണാനില്ല. അവൾ കരഞ്ഞത് അവൾ വീണതിൻ്റെ പേടിച്ചിട്ടാണ് കരയുന്നത്. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ദേഹം മൊത്തം വേദന എടുക്കുന്നുണ്ട്. കുഴപ്പമില്ലാതെ പറയുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. എന്നിട്ട് ഇങ്ങനെ കാലിങ്ങനെ നോക്കി വരുവാണേ, കാലിങ്ങനെ നോക്കിയപ്പം എൻ്റെ കാലിൻ്റെ മുട്ട് തൊട്ട് താഴെ വരെ കംപ്ലീറ്റ് മുറിഞ്ഞു. പക്ഷേ എനിക്കത് വേദനയല്ല, എനിക്ക് ഇവളുടെ കാര്യം ഓർത്തിട്ടായിരുന്നു ഭയങ്കര പേടി. നമുക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല, ഇവൻ നമ്മൾ ഒറ്റയ്ക്കുള്ളതെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പിടിക്കുകയും ചെയ്യാം. പക്ഷേ കൊച്ചിനെയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കാല് കംപ്ലീറ്റ് മുറിഞ്ഞു. എനിക്ക് കാണിക്കാൻ പറ്റില്ല മുറിവ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. കംപ്ലീറ്റ് മുറിഞ്ഞു. എൻ്റെ കൈ പോയി ഇടിച്ച് കൈയും മുറിഞ്ഞു. അത് അപ്പോഴത്തേക്ക് ആ ചേച്ചി വെള്ളമൊക്കെ കൂട്ടി മുറിവൊക്കെ കഴുകി. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ആരാന്ന് പോലും അറിയില്ല കേട്ടോ, കാരണം അത്രയും അതാണ് സത്യം പറഞ്ഞാൽ മനുഷ്യർ എന്ന് പറയുന്നത്. അപ്പം മോളെ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ, ഇപ്പോൾ വേദനയില്ല എന്നൊക്കെ പറയും, നല്ല വേദനയുണ്ടെന്ന് എനിക്കറിയാം, ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും കാല് കംപ്ലീറ്റ് മുറിഞ്ഞു. പുല്ലൂരി, നമ്മളതിന് പുല്ലൂരി എന്ന് പറയുന്നത് ഈ സ്ട്രെയിറ്റ് സംഭവം ഉണ്ടല്ലോ, അപ്പോൾ അത് കംപ്ലീറ്റ് മുറിഞ്ഞു. ഭയങ്കര വേദന എനിക്കുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും കാല് ഒരു സൈഡ് ഫുള്ള് മരച്ചു പോയായിരുന്നു, അടിച്ച് വീണിട കംപ്ലീറ്റ് മരച്ചു പോയി. അപ്പം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു ഫ്രാക്ചറൊന്നുമില്ല ഇല്ലെന്നാണ് തോന്നുന്നത്, നീരുള്ളത് ഇപ്പോൾ അടിച്ച് വീണേൻ്റെ ഒരു നീരായിരിക്കും, ഫ്രാക്ചറൊന്നും കണ്ടിട്ട് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. ഇനി ഈ നീര് കൂടുവാണ് അല്ലെങ്കിൽ വേദന കൂടുവാണെന്നുണ്ടെങ്കിൽ വന്ന എക്സ്റേ ഒക്കെ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പെയിൻ കില്ലറൊക്കെ എടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പോൾ അതാണ് ഭയങ്കര ഒരു ഇൻസിഡൻ്റായിട്ട് സംഭവിച്ചത്. ഇപ്പോൾ 1 വീക്ക് മേലെ ആയി വീണിട്ട്. ഇപ്പോഴും എൻ്റെ കാലിന് സൈഡിൽ സെൻസേഷൻ ഇല്ല. നമ്മുടെ ഈ സിസേറിയനൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ വയറിൻ്റെ ഒരു ഭാഗം മരച്ചിരിക്കുമല്ലോ കുറേ കാലത്തേക്ക്. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടും എൻ്റെ വയറ് അങ്ങനെ തന്നെയാണ്, ഒരു സെൻസേഷൻ ഇല്ല. അപ്പോൾ അത് ഒരു അവസ്ഥയിലാണ് കാലിരിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനത്തെ യാതൊരു വക സെൻസേഷനും ഇല്ലാത്ത രീതിയിൽ കാല് കംപ്ലീറ്റ് മരച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു വളരെ 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 മോശം എന്നും പറയാൻ പറ്റില്ല, ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം അതുപോലെയുണ്ട്. എത്രമാത്രം ഉണ്ടെന്നെങ്കിൽ, കാരണം അവൾക്കൊരു പോറൽ പോലും പറ്റാതെ ഇത്രയും ആഴത്തിൽ നിന്ന് വീണിട്ട് കുഞ്ഞിനെയും കൊണ്ട് വീണിട്ട് അവൾക്കൊരു പോറൽ പോലും പറ്റിയില്ല. അവൾക്കൊരു ചെറിയ മുറിവ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നേ. എൻ്റെ കൈ നമ്മുടെ മിസ്റ്റേക്ക്, നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് വീഴുന്നല്ലേ, ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല. പിന്നെ അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അത്രയും ആഴത്തിൽ നിന്ന് വീണിട്ടും എൻ്റെ കയ്യിലും അവളെ ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വീണ് കിടക്കുമ്പോൾ. അപ്പം അത് ദൈവാനുഗ്രഹമാണ്. കാരണം തെറിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്താ ഇവിടെയൊക്കെ ഫുള്ള് ഇങ്ങനെ ആഴത്തിൽ അവിടെ കിണറുണ്ട്. അപ്പോൾ എങ്ങോട്ട് പോയാലും ഭയങ്കരമായിട്ടുള്ള അപകടം സംഭവിക്കും. ഇവൻ എൻ്റെ കയ്യിൽ നേരെയാണ് പോകുന്നതെങ്കിൽ പോലും അവിടെ പോയി ഇടിക്കും. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിത്രയും പറ്റിയെങ്കിൽ കൊച്ചുങ്ങൾക്ക് എത്രത്തോളം പറ്റും. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രമാത്രം ഉള്ളത് കൊണ്ടാണ് ഇത്രയും. ഈ മുറിവല്ലേ ഉള്ളൂ, മുറിവെന്ന് പറയുമ്പം അത് ചെറിയ വേദന ഉണ്ടാവും, അതങ്ങ് കഴിയുമ്പം ആ സംഭവം അങ്ങ് പോകും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഓർക്കാൻ കൂടി വയ്യ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ അതിന് ശേഷം ഇതിവിടെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ അവളെ ഏൽപ്പിച്ചുകൊണ്ട് ഇറങ്ങാറില്ല കേട്ടോ. ഇനി പിന്നെ ഇപ്പോൾ ഭയങ്കര പേടിയാണ് ഇറങ്ങാൻ, ഭയങ്കര പേടി എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻ്റൊക്കെ ഉണ്ടായി. അങ്ങനെ വളരെ മോശം അവസ്ഥയിൽ കൂടിയായിരുന്നു നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ടും വീഡിയോയോ കാര്യങ്ങളോ ഒന്നുമില്ല, ആകെപ്പാടെ ഷോർട്ട് വീഡിയോ എടുക്കാൻ പോലും പറ്റത്തില്ല. കിടപ്പ് നമ്മുടെ ദേഹം ഇതുപോലെ ഇളകിയതല്ലേ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വേദനയും പ്രശ്നങ്ങളും എല്ലാം ആയിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ അവരിവിടെ ഓണറിൻ്റെ അവർ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു ഞാനിതെന്ന് വീണു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇനി ആര് പോയാലും സൂക്ഷിച്ചു പോകണം, എൻ്റെ ശ്രദ്ധ കൂടി. അപ്പോൾ അതുപോലെ ആരായാലും സൂക്ഷിക്കണം കേട്ടോ എന്ന് ഞാനിപ്പോൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സ്റ്റെയർ.
അപ്പം ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ ചെറിയ ഹോളുണ്ട്. പക്ഷേ അതൊന്നും പേടിക്കാനുള്ള സംഭവങ്ങളൊന്നും അല്ല. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത്രയും വരെയൊക്കെ വന്നിട്ടുണ്ടാവണം കേട്ടോ, എൻ്റെ ഓർമ്മ ഏതാണെങ്കിൽ. പക്ഷേ പിന്നീട് ഒന്നും തന്നെ ഓർമ്മയില്ല. കണ്ണിന് ഓർമ്മകളുണ്ട്, പക്ഷേ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഉരുണ്ട് പോകുന്നതും എനിക്കറിയത്തില്ല, താഴെ ചെന്ന് അടിക്കുന്നത് മാത്രം. പിന്നീട് എപ്പോഴോ ഞാൻ കണ്ണ് തുറന്നപ്പോഴത്തേക്കും അച്ചോടി വന്ന് ആ കുഞ്ഞിനെ എടുത്തു. അയ്യോ എന്നൊരു വിളിയും കേട്ടു. കാരണം അത്രയും ഭയങ്കരമായിട്ടൊരു വീഴ്ചയായിരുന്നു വീണിട്ട്. ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് ചോദിക്കാണ്ട് സുഖമാണോ എന്നാണ്ട് വിശേഷം എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു, അപ്പോൾ കുറച്ചും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു ഇതിനായിരിക്കണം ദൈവം ഇങ്ങനൊരു ചെറിയൊരു അനുഭവം നമുക്ക് തന്നത്. എന്തായാലും ഒന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ സംഭവിച്ചത് പോയി. ഇപ്പോൾ ഓർക്കുമ്പോൾ പേടിയാണ് കേട്ടോ. അത് അന്ന് രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ എനിക്ക് ഇവർക്ക് എന്തോ പറ്റണു, എൻ്റെ പപ്പനെയൊക്കെ ഞാൻ സ്വപ്നം കാണുന്നു, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഭീകരമായ അവസ്ഥയിലായിരുന്നു കേട്ടോ. കാരണം കൊച്ചിനെ കൊണ്ടല്ലേ വീഴുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു പ്രശ്നം വരാമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിപ്പോയി. രാത്രിയിലൊക്കെ ആകെപ്പാടെ ഞാൻ പേടിച്ചു പോയി, സീനായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. അപ്പം വലിയ വലിയ വീഴ്ചകളിൽ നിന്നൊക്കെ ദൈവം രക്ഷിച്ചത് ചെറിയ ചെറിയ വീഴ്ചകളൊക്കെ ആക്കി മാറ്റാറുണ്ട്. അപ്പോൾ എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹം അത്രയേ ഉള്ളൂ. ആ കുഞ്ഞ് മേളിൽ കൂടെ നടപ്പുണ്ട്. എന്തോ ആണോ? ചെറുതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. അച്ഛനും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും വിടാറില്ല. പക്ഷേ ഇതുകൂടെ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം ബാക്കി നമ്മുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ചെറിയ ഇപ്പോഴും വേദനയുണ്ട്. അപ്പം എന്നാലും കുഴപ്പമില്ല, അതിൻ്റെയൊക്കെ വിശേഷങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പുറകെ വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.